പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് എന്താഗ്രഹമാണ് തങ്ങൾക്കുള്ളത് അത് പറഞ്ഞുകൊണ്ട് അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 വർഷമായി കാത്തിരുന്ന ആ കാഴ്ച ഇപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നായി നേരത്തെ തന്നെ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് അടുപ്പ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ അവരുടെ പൊങ്കാല കലങ്ങളിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇനി ഒരു വലിയ കാത്തിരിപ്പ്. ഇനി പൊങ്കാല തിളയ്ക്കുന്നത് അത് ഏത് വശത്തേക്കാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിന് കഥകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഐതിഹ്യങ്ങളുണ്ട്. ഏത് വശത്തേക്ക് പൊങ്കാല തിളച്ചു തൂകുന്നു, ആദ്യം ആരുടെ പൊങ്കാല തിളയ്ക്കുന്നു, അതിലെ പ്രാർത്ഥനകൾ, അങ്ങനെ നമ്മൾ ഒരുപാട് പ്രായമായ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അതിന്റെ ഒരു ഐതിഹ്യമൊക്കെ. അത് നമ്മുടെ ഇപ്പോൾ ഞാനും ഐശ്വര്യയും ഇവിടെ ക്ഷേത്രത്തിനുള്ളിലാണുള്ളത്, ഈ ചടങ്ങുകൾക്കടുത്താണുള്ളത്. നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പലയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പൊങ്കാല തിളച്ചു തൂകുന്നത് എങ്ങോട്ട് എന്നതനുസരിച്ച് പോലും നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന്റെ വേഗത അങ്ങനെയൊക്കെയുണ്ട് കുറെ കാര്യങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തീ പകർന്നിരിക്കുന്നു. ഇനി എല്ലാവരും അവരവരുടെ പൊങ്കാലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് പായസം തയ്യാറാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ആര്യയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ശർക്കരയൊക്കെ തയ്യാറാക്കി എല്ലാം കൃത്യമായ അളവിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇടേണ്ട താമസമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വിഭവങ്ങൾ പലതുണ്ട്. പായസം മാത്രമല്ല ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് ഇഷ്ടനിവേദ്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പായസത്തിനൊപ്പം തെരളിയിലയിൽ ഉണ്ടാക്കുന്ന അപ്പമുണ്ട്, ഒപ്പം മണ്ടപ്പുറ്റുണ്ട്, അങ്ങനെ പല വിഭവങ്ങളുണ്ട്. ദേവിക്ക് ഇഷ്ടമുള്ള വെള്ളച്ചോറുണ്ടാക്കുന്നവരുണ്ട്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാകും, എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മണ്ടപ്പുറ്റാണ് പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രോഗങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള വിഭവങ്ങളാണ് ഓരോരുത്തരും തയ്യാറാക്കുന്നത്. ഒപ്പം നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിനപ്പുറം ഒരു വലിയ കൂട്ടായ്മ, അതാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സൗകര്യങ്ങൾക്കുമിടയിൽ സൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് പല ഭാഗത്തു നിന്നും വന്നവർ, പല സ്ലാങ്ങിൽ സംസാരിക്കുന്നവർ, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വേഷം ധരിക്കുന്നവരെല്ലാം ഇവിടെ വരുമ്പോൾ ഒരൊറ്റ കാര്യം, ആറ്റുകാൽ പൊങ്കാല ഇട്ട് മടങ്ങുക. അത് അമ്പലത്തിന് ഏറ്റവും അടുത്താണെങ്കിൽ അത്രയും നല്ലത്. അതിന് നേരത്തെ വരേണ്ടതുണ്ട്, സ്ഥലം പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ പൊങ്കാല ഒരു തവണ പൊങ്കാല ഇട്ടാൽ അടുത്ത പൊങ്കാലയ്ക്കും വരണം എന്ന് തീരുമാനിച്ചു മടങ്ങുന്നവരാണ് അധികം ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഉള്ള ആളുകളുടെ എണ്ണത്തിലുള്ള വർധനമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, പുതുതായി വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. കാരണം കഴിഞ്ഞ 2 വർഷമായി വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത്തവണ പൊങ്കാല ഇടാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായും പുതുതായി വരുന്ന ആളുകളുടെ എണ്ണം ഇത്തവണ കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര ദർശനം ഉറപ്പായും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നവരെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തിയാണ് സാധാരണ മടങ്ങാറ്. ഈ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട ശേഷം മടങ്ങി പൊങ്കാല ഇടുന്നവരുണ്ട്. അതേസമയം പൊങ്കാല ഇട്ട ശേഷം നിവേദ്യത്തിന് ശേഷം ഇവിടെ എത്തി ദേവിയെ കണ്ടു മടങ്ങുന്നവരുണ്ട്. നമുക്കറിയാം ഇവിടെ क्या है पूछने वाले पूछे तो बता तेरी पहचान क्या है। तेरा नाम गूंजेगा तो उठेगा एक तूफान, हिलेगी जमीन मचेगा घमासान। तेरा नाम गूंजेगा जब हर गली हर मकान में फैलेंगी तेरी बातें हर नुक्कड़ हर दुकान में। पीठ पे सजाए घूमेंगे तेरा नाम, देखेंगे फिर गेम तेरी छोड़ छाड़ के काम सब। पीठ पे सजाए घूमेंगे तेरा नाम, देखेंगे फिर गेम तेरी। यह है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी। देखिए पहला टाटा वुमेन्स प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री। പൊങ്കാല നിറവിലാണ് അനന്തപുരി. ആയിരങ്ങളാണ് പൊങ്കാല ഇട്ടത്. പ്രധാന വാർത്തകൾ നോക്കിയ ശേഷം പൊങ്കാല വിശേഷങ്ങളിലേക്ക് വരാം. പൊങ്കാല നിറവിൽ ഭക്തലക്ഷങ്ങൾ. സ്ത്രീ സാഗരമായി അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദിച്ച് മടക്കം.
പൊങ്കാലയിട്ട് പ്രമുഖരും. സ്ത്രീകളുടെ ഒരു വലിയ ആചാര അവകാശമാണ്. ഈ ഒരു വർഷം അല്ലെങ്കിൽ എല്ലാം കുറച്ച് ഭംഗിയാവട്ടെ, എല്ലാ രീതിയിലും നന്നാവട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന അത്രേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കുറച്ചുകൂടെ സന്തോഷമാണ് ക്ഷേത്രത്തിന്റെ അടുത്ത് വരുമ്പോൾ. അടുത്ത കൊല്ലവും ഞാൻ വരും എന്ന് പറഞ്ഞ നിശ്ചയത്തിൽ തന്നെ പോകുള്ളൂ. ആരും ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ജനങ്ങളുണ്ടാവില്ല. CM രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിട്ടു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. തീപിടുത്തം മനുഷ്യനിർമ്മിതമോ എന്ന് ചോദ്യം. ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട അവസ്ഥ. കളക്ടർക്കും വിമർശനം. കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് ഹാജരായി. കോഴിക്കോട് കൊയിലാണ്ടിയിലെ യുവാവിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി സോനു മുത്തു കസ്റ്റഡിയിൽ. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. രാവിലെ 10:30 അടുപ്പ് വെട്ടി ചടങ്ങ്. തുടർന്ന് 2:30 പൊങ്കാല നിവേദിച്ചു. ആറ്റുകാലമ്മയുടെ പുണ്യം നേടി ഭക്തർ മടങ്ങുകയാണ്. തന്നെ എല്ലായിടങ്ങളിലും പാരലി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോൾ ഇത്തരം ഒരു കാര്യവും നമ്മുടെ നഗരത്തിൽ നടന്നിട്ടില്ല എന്ന് അതിശയിപ്പിക്കുന്ന തരത്തിലൊരു ശുചീകരണ പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാനാണ്. അതെ, നഗരം കഴുകി പ്രധാനപ്പെട്ട റോഡുകളെല്ലാം കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. അത് രാത്രിയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. ഏതാണ്ട് 12 മണി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഴുവനായി പൂർണ്ണമായി ഒരു ശുചീകരണത്തിലേക്ക് കടക്കണമെങ്കിൽ ആ സമയത്തിലേക്ക് എത്തും. അത്രയും സമയം നമ്മുടെ ജീവനക്കാർ പ്രവർത്തിക്കുകയാണ്. അവർക്ക് എല്ലാ പിന്തുണയും നമ്മുടെ നാട്ടുകാർ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ആ വിഷയത്തിലൊന്നും അങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നുന്നില്ല. കാരണം നഗരസഭയുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ചുടുകല്ല് ഭക്തജനങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ചുടുകല്ല് കൊണ്ടുവരുന്ന ആൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശമുണ്ട്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകാതെ വരുന്ന ചുടുകല്ലുകൾ ശേഖരിക്കുകയും ഇത്രയും അധികം ചുടുകല്ല് വരികയാണ്. ആ ചുടുകല്ല് നഗരസഭയുടെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്ന ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്ന ഓരോ ആളുകളുടെ ജീവിതം നമ്മൾ നേരിട്ട് കാണുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും അതിശയം നമുക്ക് തോന്നുന്ന തരത്തിൽ നമ്മൾ കാണാത്തതൊന്നും ശരിക്കും സങ്കടമെല്ലാം തോന്നിപ്പോവും ശരിക്കും. കാരണം നമ്മൾ അറിയുന്ന ചില വിഷയങ്ങളിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്നത്. അങ്ങനെ എത്രയോ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടും ചെറിയ പൈസയൊക്കെ കുറവ് കാരണം ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വേറെ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീടുകൾ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. MLA മാരും മന്ത്രിമാരും മേയറും ജനപ്രതിനിധികളൊക്കെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ ഇവർക്ക് ഇങ്ങനെ കൂടി ഒരു ആനുകൂല്യം, ഒരു സഹായം, ഒരു സ്നേഹം, ഒരു കരുതൽ കിട്ടട്ടെ എന്ന ആഗ്രഹം മാത്രമേ നഗരസഭയ്ക്കുള്ളൂ. തീർച്ചയായിട്ടും ഇതിലെ ഒരു മുൻഗണനാ പട്ടിക തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആശ്രയ ലിസ്റ്റിൽപ്പെട്ടവർ, അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവർ, അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ളവർ, വിധവകളായിട്ടുള്ളവർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് മുൻഗണന നമ്മൾ കൊടുക്കണം. മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അർദ്ധരാത്രിയോടുകൂടി ചുടുകലടക്കമുള്ളവ മാറ്റുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകും. അതിനുശേഷം നഗരം കഴുകി ശുചിയാക്കും. നാളെ രാവിലെയോടുകൂടി പൂർണ്ണമായും ശുചീകരണ പ്രവൃത്തികൾ പൂർണ്ണമാക്കും. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. ഏതായാലും നിവേദ്യ ചടങ്ങ് പൂർണ്ണമായിരിക്കുന്നു. ഇത്തവണത്തെ പൊങ്കാല ചടങ്ങുകളും പൂർണ്ണമായിരിക്കുന്നു. എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മുടെ പ്രതിനിധികൾ 3 പേർ 3ഇടങ്ങളിൽ നിന്ന്, ആറ്റുകാലിൽ നിന്ന് അശ്വതി, തമ്പാനൂരിൽ നിന്ന് ആജ്ഞ, കിഴക്കേക്കോട്ടയിൽ നിന്ന് ആര്യ എന്നിവരും ചേരുന്നു. അശ്വതി, ഇനി ഉള്ളത് മടക്കമാണ്. ഗതാഗത ക്രമീകരണങ്ങളെല്ലാം സുസജ്ജമാണെന്ന് പറയുമ്പോഴും വലിയൊരു തിരക്ക് വരുന്ന വിഷയമാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തെ സംബന്ധിച്ചിടത്തോളം ആ റെക്കോർഡ് മറികടക്കുന്ന രീതിയിലുള്ള തിരക്ക് ഇത്തവണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ അത് എത്രത്തോളം നിർഭരമായിട്ടുള്ള സാഫല്യത്തോടു കൂടിയാണ്. പൂർണ്ണമായും വിജയകരമായിരുന്നു ഇത്തവണത്തെ പൊങ്കാല ഒരുക്കങ്ങളെല്ലാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ ക്ഷേത്രം ട്രസ്റ്റും? തീർച്ചയായും പറഞ്ഞാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് പൊങ്കാല മഹോത്സവം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പൊങ്കാല മാത്രമാണ് കഴിഞ്ഞത്. ഉത്സവം നാളെയാണ് സമാപിക്കുന്നത്. എങ്കിൽ പോലും ഏറ്റവും അതിനകത്ത് പ്രസക്തമായിട്ടുള്ളത് ഈ പൊങ്കാല തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ
അപർണ പറഞ്ഞതുപോലെ ഇതുവരെയും വലിയ പരാതികൾക്കിട നൽകാതെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ആറ്റുകാൽ ട്രസ്റ്റിനായി മറ്റ് വകുപ്പുകളുടെ ഏകീകരണത്തിനായി എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. റെക്കോർഡ് ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിച്ചത്. 50 ലക്ഷത്തോളം ആളുകൾ ഇത്തവണ എത്തുമെന്ന് നേരത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്തും ഒരുക്കിയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ക്ഷേത്രത്തിന്റേതാണെങ്കിൽ ക്ഷേത്രം ട്രസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സന്നദ്ധ സംഘടനകളടക്കം വിവിധ ഇടങ്ങളിൽ നടത്തിയ മികവാർന്ന പ്രകടനങ്ങൾ കൂടി അതിനെ കൂടി നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കൂട്ടായ പ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെയാണ് ഒരു പിഴവുമില്ലാതെ ഒരു പരാതിയും വലിയ പരാതികൾക്കൊന്നും ഇടകൊടുക്കാതെ ഈ പൊങ്കാല സമാപിച്ചത് എന്ന് പറയണം. ഇത്രത്തോളം ആളുകൾ ഒരു ജില്ലയിൽ കേന്ദ്രീകരിക്കുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തവണയും പൊങ്കാലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ഷേത്ര പരിസരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ, അതിന് മുൻപത്തെ തവണ ഇതെല്ലാം പൊങ്കാല പേരിന് മാത്രമായി നടത്തുകയായിരുന്നു. പണ്ടാരടുപ്പിൽ മാത്രം പൊങ്കാല ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതെങ്കിൽ ഇത്തവണ ഈ ക്ഷേത്ര പരിസരത്തെ ഗ്രൗണ്ട് നിറഞ്ഞു കവിയുന്ന രീതിയിൽ ആളുകൾ, ഭക്തർ നേരത്തെ തന്നെ എത്തി, 2 ദിവസം മുമ്പ് തന്നെ എത്തി സ്ഥലം പിടിച്ച് പൊങ്കാലയ്ക്ക് ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരെല്ലാവരും വളരെ സമാധാനത്തോടുകൂടി പൊങ്കാലയിട്ട് സംതൃപ്തിയോടെ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 9ാം ദിവസമാണ് പൊങ്കാല മഹോത്സവത്തിന്റെ. ഇവിടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടില്ല. പൊങ്കാല സമാപനമായി എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇനി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ നേരത്തെ വന്ന ഭക്തർ ഇപ്പോഴും ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. അവിടെ കയറുകെട്ടി തടഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ നട അടച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം നട തുറക്കുമ്പോൾ ഈ ഭക്തരെ അവിടെ ദർശനത്തിനായി കടത്തിവിടും. ഈ നടപ്പന്തലിൽ വലിയ രീതിയിലുള്ള തിരക്കില്ലെങ്കിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ ഈ വെയിലൊന്ന് താഴുമ്പോൾ ഈ ക്ഷേത്ര പരിസരത്തേക്ക് വരാനുള്ള സാധ്യതയും ഏറെയാണ്. നമുക്കറിയാം ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് താലപ്പൊലിയും കുത്തിയോട്ടവുമാണ്. ക്ഷേത്രത്തിൽ ഈ പൊങ്കാല നടക്കുന്ന ദിവസം നടക്കുന്ന വഴിപാടുകൾ, പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഈ ബാലികമാരുടെ താലപ്പൊലിയും ബാലന്മാരുടെ കുത്തിയോട്ടവും. കുത്തിയോട്ട വ്രതം ഇവിടെ ഇത്തവണ അനുഷ്ഠിച്ചത് 470ഓളം കുട്ടികളാണ്. ഒരൊറ്റ ബാലനിലായിരുന്നു കഴിഞ്ഞ തവണ കുത്തിയോട്ടം ഒരു പേരിന് മാത്രം നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ എല്ലാ പ്രൗഢിയോടും കൂടി എല്ലാ ചടങ്ങുകളും കൃത്യമായി തന്നെ നടത്താൻ അശ്വതിയിലേക്ക് തിരികെ എത്താം. പൊങ്കാല മഹോത്സവം നാളെ കൊണ്ടാണ് പൂർണ്ണമാകുന്നത്. എല്ലാ ഭക്തജനങ്ങളും മടങ്ങുന്നതിന്റെ തിരക്കിൽ കൂടിയാകുമ്പോൾ തമ്പാനൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് അത് ഗതാഗത ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വെല്ലുവിളികളും നേരിടുന്ന സമയം. കാരണം ഇത്രയും ജനലക്ഷങ്ങൾ മടങ്ങിപ്പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമ്പാനൂർ പോലെയുള്ള നഗര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. വിവരങ്ങൾ എന്താണ്? അപർണ, തമ്പാനൂർ പൊങ്കാലയിട്ട ഏകദേശം എല്ലാവരും ഇതിനകം മടങ്ങിപ്പോയി കഴിഞ്ഞു. ഇപ്പോൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSRTC അടുത്ത ലൈനപ്പ് ആയിട്ടുണ്ട്. അവിടുന്ന് ഭക്തജനങ്ങളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിത പ്രോട്ടോകോൾ ആയിരുന്നു. ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇത്തവണത്തെ പൊങ്കാല എന്നുള്ള ഒരു നിർദ്ദേശം നഗരസഭ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങൾ നഗരസഭ ഉടൻ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൊങ്കാല കഴിഞ്ഞ് ആളുകൾ നേദ്യം അർപ്പിച്ച് ഇവിടെ നിന്നും മടങ്ങിയ ഉടനെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. RPF-ഉം പോലീസും കൂടി മാനേജ് ചെയ്ത ശേഷമാണ് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ വിചാരിച്ചിരുന്നു നിയന്ത്രണാതീതമായ ഒരു തിരക്കിലേക്കാണ് പോകുന്നത്. ഈ ഫോഴ്സിനെ കൊണ്ട് അതും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു തരത്തിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പോയിരുന്നത്. എന്നാൽ അവരുടെ ഇടപെടൽ, കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞു. യാത്രക്കാരെ, ഭക്തജനങ്ങളെ യാത്രയ്ക്കുള്ള ട്രെയിനുകളിൽ കൃത്യമായി കയറ്റിവിടാനും അതല്ലെങ്കിൽ അതിന് കൃത്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും പോലീസിനും RPF-നും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, KSRTC-യുടെ ബസ്സുകൾ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇങ്ങനെ ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആ ഭാഗത്തേക്കുള്ള ഭക്തർ, പൊങ്കാലയിട്ട ശേഷമുള്ള ആളുകൾ അതിലേക്ക് കയറിയിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് തമ്പാനൂരിൽ നിന്ന് കാണാൻ ഒഴിഞ്ഞ ഒരു ഫീലാണ് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. കടുത്ത ഗതാഗത നിയന്ത്രണമാണെങ്കിൽ കൂടിയും KSRTC-യുടെ
ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയാണ്, ബസ് സ്റ്റേഷൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് എപ്പോഴും ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊങ്കാലയ്ക്കുള്ള ബസ്സുകളായാലും ആറ്റുകാലയിലേക്കുള്ള ബസ്സുകളാണെങ്കിൽ തന്നെയും എപ്പോഴും ബസ്സുകൾ വന്നുകൊണ്ടിരുന്നു, പ്രൈവറ്റ് വാഹനങ്ങളും പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ഗതാഗത നിയന്ത്രണം ഒരു പരിധി വരെ അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം. ഈ ഒരു ഏരിയയിലേക്കുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വേണം പറയാൻ. എങ്കിലും ഇപ്പോൾ യാത്ര എല്ലാവരും ഏകദേശം ഇപ്പോൾ വീട്ടിലേക്കുള്ള തിരിച്ചു പോക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ബസ്സുകളൊക്കെ ലൈനപ്പായിട്ടുണ്ട്. ഏകദേശം എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് അത് ഒരു മിസ്മാനേജ്മെൻറ്റിലേക്ക് പോയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു മിസ്മാനേജ്മെൻറ്റിലേക്ക് പോയില്ല എന്നുള്ളത്. മറ്റേ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഹെൽത്ത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്ലീനിങ്, നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ക്ലീനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പൊങ്കാല കഴിഞ്ഞ് അവരവരുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് പോയ ശേഷം തൊട്ട് പിന്നാലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലൈഫ് മിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ചുടുകട്ടകൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണിപ്പോൾ തമ്പാനൂരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ആജ്ഞ രവീന്ദ്രൻ തമ്പാനൂർ വിവരങ്ങൾ നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ആര്യയും നമുക്കൊപ്പം ചേരുന്നു. ആര്യ, പല ഭാഗങ്ങളിൽ നിന്ന് വന്നവർ മടങ്ങിപ്പോകുന്ന സ്ഥലം കൂടിയാണ്. അല്പം മുൻപ്, 1 മണിക്കൂർ മുൻപ് ജനലക്ഷങ്ങളുണ്ടായിരുന്ന നഗര കേന്ദ്രങ്ങൾ വിജനമായി തുടങ്ങുന്നു. ശുചീകരണത്തിലേക്ക് നഗരസഭ കടക്കുകയും ചെയ്യുന്ന മറ്റൊരു കാഴ്ചയിലേക്ക് കൂടി പോകുന്ന മണിക്കൂറുകൾ. ഏത് രീതിയിലൊക്കെ ക്രമീകരണങ്ങൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, നമ്മൾ തുടക്കം മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തിരുസന്നിധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നത് അത് ഈ കിഴക്കേക്കോട്ടയിലേക്കാണ്. ആറ്റുകാൽ അമ്മയുടെ തിരുമുമ്പിൽ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പത്മനാഭന്റെ മുമ്പിൽ അല്ലെങ്കിൽ പഴവങ്ങാടി ഗണപതിയുടെ മുമ്പിൽ അർപ്പിച്ച ആത്മസംതൃപ്തി നേടുക എന്നുള്ളതായിരുന്നു ഭക്തരുടെ ലക്ഷ്യം. അത്തരത്തിൽ തന്നെ നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഈസ്റ്റ് ഫോർട്ടിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. അതുകൊണ്ട് തന്നെ നഗരം, ഇവിടെ ഈസ്റ്റ് ഫോർട്ട് മേഖല ഒഴിഞ്ഞു തുടങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത്രത്തോളം ആളുകൾ തിരികെ പോകേണ്ടതുണ്ട്. 400-ലധികം KSRTC ബസ്സുകളാണ് ഇവരുടെ മടക്കയാത്രയ്ക്കായി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു പകുതിയിലധികം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ബസ്സുകൾ ഇതിനോടകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ജനസഞ്ചയത്തിന്റെ 1/4% പോലും ഈ റോഡിൽ നിന്ന്, ഈ വീഥികളിൽ നിന്ന്, ഈ തെരുവിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രത്തോളം ആളുകളാണ് ഈ കിഴക്കേക്കോട്ടയുടെ പല ഭാഗങ്ങളിലായി, പല മൂലകളിലായി പോലും, മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് പൊങ്കാല അടുപ്പുകൾ, പൊങ്കാല കലങ്ങൾ നേദ്യം അർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവർ ഒരു വശത്ത് നിന്ന് പതുക്കെ ഒഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ബസ്സുകളിലായും സ്വകാര്യ വാഹനങ്ങളിലായും ഓട്ടോകളിലായും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ആളുകളാണ് ഇനിയും തടിച്ചുകൂടി ഈ റോഡരികിൽ ഉള്ളത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയും എത്രത്തോളം ബസ്സുകളാണ് പുറപ്പെടാനുള്ളത് എന്നുള്ളത്. നീണ്ട നിരയാണ്, കണ്ടെത്താ ദൂരത്തോളം KSRTC ബസ്സുകൾ ഇങ്ങനെ വരിയായി നിരന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ 1 വർഷക്കാലമായുള്ള കാത്തിരിപ്പാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി. കഴിഞ്ഞ 2 വർഷം ഇവിടെ ഈ ഒരു തലസ്ഥാന നഗരിയിലെത്തി അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട് ആ പൊങ്കാല അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നിയന്ത്രണങ്ങളൊക്കെ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു കോവിഡ് കാലത്തിന് ശേഷം, ആ ഒരു ഇടവേളയ്ക്ക് ശേഷം നടന്ന ആദ്യ പൊങ്കാലയാണ്. അത്രത്തോളം ആളുകൾ അതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് ലഭിച്ച ആ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നൊക്കെ അത്രത്തോളം ജനങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. രാവിലെ മുതൽ നമുക്ക് കാണാം വിദേശികളടക്കം ഒരുപാട് ആളുകൾ പത്മനാഭന്റെ സന്നിധിയിലടക്കം ഈ പൊങ്കാല കാണുവാൻ വേണ്ടി മാത്രം എത്തിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ജനസാഗരമാണ് ഇവിടെയുള്ളത്. എന്തായാലും എല്ലാം ഭക്തർക്ക് സൗകര്യപൂർവ്വം മംഗളമായി അവസാനിച്ചു, ആ ഒരു പരിസമാപ്തിയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. കാരണം ഒരു സ്ഥലത്ത് നിന്നും, പ്രത്യേകിച്ച് ഈ കിഴക്കേക്കോട്ട മേഖലയിലൊന്നും തന്നെയും ഒരു അനിഷ്ട സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം മറ്റു സ്ഥലങ്ങളിലെ പോലെയൊന്നുമല്ല, നടു റോഡിലിരുന്നാണ് ആളുകളെല്ലാവരും പൊങ്കാല അർപ്പിക്കുന്നത്.
അതികഠിനമായ ചൂടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു മരത്തിന്റെ തണൽ പോലും ഇവിടെ എങ്ങും കിട്ടില്ല. ടാറിട്ട റോഡിൽ ചെരുപ്പില്ലാതെയാണ് ഇവിടെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ചൂടിനെയും ആ പൊള്ളലിനെയും ഒന്നും വകവെക്കാതെയാണ് അവര് പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരുന്നത്, അവർ പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഈ തീ ആളിപ്പടരാനുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ തന്നെയും കൃത്യമായി ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ഏത് നിമിഷവും ആ തീ എവിടെ പടരുന്നു അല്ലെങ്കിൽ ആളിക്കത്തുന്നു അത് തടയിടാൻ വേണ്ടി, അത് അണയ്ക്കാൻ വേണ്ടി ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി റോഡിലിറങ്ങി നിൽക്കുന്ന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാമായിരുന്നു. ആംബുലൻസുകൾ നിരന്നു നിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഓരോ ഭക്തരുടെയും അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഓരോ മുക്കിലും മൂലയിലും അവരുടെ സേവനം ലഭ്യമായിരുന്നു. അതോടൊപ്പം തന്നെ പൗരസമിതികളുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കുടിവെള്ളം യഥാസമയം ലഭിക്കുന്നു, ഭക്ഷണം യഥാസമയം ലഭിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പുണ്യം ആ അനുഗ്രഹം സാഫല്യത്തോടുകൂടി ആ അനുഗ്രഹം തേടിയതിനു ശേഷം നേദ്യം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് സൗകര്യങ്ങൾ അത് 12 മണിയോടുകൂടി പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്സുകളെല്ലാം ബോർഡും വെച്ച് കൃത്യമായി 12 മണിക്ക് തന്നെ ഇവിടെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കൊക്കെ തന്നെയും അവർക്ക് ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ബസ് എവിടെ കിടക്കുന്നു എന്ന് 12 മണിക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അത് നോക്കി വെച്ച് കൃത്യമായി ആ ഒരു നേദ്യം കഴിഞ്ഞതിന് ശേഷം, തീർത്ഥം തളിച്ചതിന് ശേഷം ഉടൻ തന്നെ ഭക്തജനങ്ങൾക്ക് ആ ഒരു ബസ്സിലേക്ക് കയറാനും ഒരു സമയം പോലും പാഴാക്കാതെ തിരികെ പോകാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ വിവരങ്ങൾ നൽകുന്നത് നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നു നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. അതും എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ശുചീകരണ പ്രവൃത്തികളാണ് വർഷാവർഷങ്ങളായിട്ട് തിരുവനന്തപുരം നഗരസഭ ചെയ്തു പോരുന്നത്. അശ്വതിയിലേക്ക് വീണ്ടും ആറ്റുകാലിൽ നിന്ന്. അശ്വതി, ഇനിയുള്ള ചടങ്ങുകൾ പറഞ്ഞതുപോലെ തന്നെ മഹോത്സവം പൂർണ്ണമാകാൻ ഒരു നാളുകൂടി ബാക്കി. ഇനിയുള്ള ചടങ്ങുകൾ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരെല്ലാം പോകുമ്പോൾ ഇനി ബാക്കിയുള്ള ചടങ്ങുകളുടെ സാന്നിധ്യം അതേത് രീതിയിലാണ്? ഇനിയുള്ള മണിക്കൂറുകളിൽ അമ്പലത്തിലെ ചടങ്ങുകൾ ഏത് രീതിയിലായിരിക്കും? സമയത്താണ് ഇവിടേക്ക് ലൈവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേ സമയത്തിന് ശേഷം നട തുറന്നിരിക്കുകയാണ്. ഭക്തർക്ക് ദർശനത്തിനുള്ള സമയം നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അകത്ത് ദീപാരാധന നടക്കുകയാണ്. അതായത് പൊങ്കാലയ്ക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ ദേവി ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേരാണ് നടപ്പന്തലിൽ ഉണ്ടായിരുന്നത്. അവരെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് എനിക്ക് പുറകിലായി കാണുന്നത്. ഒരുപാട് പേർ ഇപ്പോഴും നടപ്പന്തലിൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ പൊങ്കാല ഐതിഹ്യത്തിൽ തന്നെയുള്ളത് കണ്ണകി ദേവിയുടെ കോപം ശമിപ്പിക്കാനായാണ് പൊങ്കാല അർപ്പിക്കുന്നത് എന്നാണ്. ആ കോപം ശമിച്ച് ശാന്തയായിരിക്കുന്ന, വളരെ ശാന്തമായ ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാനായി, വളരെ സംതൃപ്തയായിരിക്കുന്ന ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാനും വിഷമങ്ങളൊക്കെ പറയാനും നേരത്തെ നടത്തിത്തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെയായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 9ാം ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ഇനി നാളെ കൂടി കഴിയുമ്പോഴേ ഇവിടുത്തെ പൊങ്കാല മഹോത്സവം, അതായത് 10 ദിവസം നീണ്ടുനിന്ന ഉത്സവം സമാപിക്കുകയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കുത്തിയോട്ടമാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ 470-ലധികം കുത്തിയോട്ട ബാലന്മാരാണ് ഇവിടെ ഇത്തവണ വ്രതം അനുഷ്ഠിച്ചിരുന്നത്. നേരത്തെ ഒരു ബാലന് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ കുത്തിയോട്ടം പേരിന് വേണ്ടി നടത്തിയിരുന്നത്, ചടങ്ങായി നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ 470-ലധികം ബാലന്മാർ ഇവിടെ കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. കുത്തിയോട്ട ബാലന്മാർ ഇന്ന് ദേവിക്കൊപ്പം പുറത്തെഴുന്നള്ളും എന്നുള്ള ദേവീദാസന്മാർ എന്നാണ് കുത്തിയോട്ട ബാലന്മാരെ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് താലപ്പൊലി ചടങ്ങ് ഉള്ളത്. താലപ്പൊലി ഈ ചെറിയ പെൺകുട്ടികളെ നന്നായി അണിയിച്ചൊരുക്കി ദേവിക്ക് മുന്നിൽ തട്ടം നിവേദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നേർച്ചയാണ്. ആ ചടങ്ങും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ താലപ്പൊലിക്കായുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ എത്തുകയും തട്ടനിവേദ്യമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഒരു വശത്തുകൂടി താലപ്പൊലിക്കായുള്ള ബാലികമാരെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അതേസമയം ഈ കുത്തിയോട്ടം ഇന്ന് എഴുന്നള്ളിപ്പായി പുറത്തേക്ക് പോവുകയും ദേവി ഇന്ന് പുറത്തെഴുന്നള്ളിയ ശേഷം ഈ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്, ഇവിടെ നിന്നും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകലെയുള്ള മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ നിന്നും
തിരിച്ച് നാളെ ഉച്ചയോടുകൂടി മാത്രമേ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. ദേവി ഇവിടുന്ന് ഇറങ്ങുന്നത് വലിയ കെട്ടുകാഴ്ചയൊക്കെ ആയിട്ടാണ്. അത് ആനപ്പുറത്തേറിയാണ് ദേവി എഴുന്നള്ളുന്നത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആ എഴുന്നള്ളുമ്പോൾ ഇവിടെ കുട്ടിയോട്ട ബാലന്മാരെ ഇത്രയും ദിവസത്തെ അവരുടെ വ്രതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അപ്പോൾ അവർ കടക്കും. ദേവീദാസന്മാരായി ദേവിക്കൊപ്പം പുറത്തേക്ക് പോവുകയും തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ നാളെ രാത്രി കുരുതി പൂജ നടക്കുകയും ആ കുരുതിയോടുകൂടി തന്നെയാണ് ഇവിടെ ഉത്സവത്തിന് കുരുതി തർപ്പണത്തോടെയാണ് ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തരാൻ കഴിയുന്ന ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും സംപ്രേഷണവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂരിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് തിരികെ പോകാനുള്ള പ്രത്യേക സർവീസുകൾ KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ട്രെയിൻ ഗതാഗതം അനുസരിച്ചും കൂടുതൽ സജ്ജീകരണങ്ങൾ ആയിരുന്നു എന്നുള്ളതായിരുന്നു അറിവ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ ആ ഒരു ഗതാഗത ക്രമീകരണത്തിലേക്ക് കടക്കുന്നത് അത് എത്രത്തോളം കൃത്യമായി വീഴ്ചയില്ലാതെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലൊക്കെയാണ് അധികൃതർ? എങ്ങനെയാണ് വിവരങ്ങൾ? KSRTC സർവീസുകൾ ഇന്നെല്ലാം സ്പെഷ്യൽ സർവീസുകളാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ സാധാരണ ഓടുന്ന സർവീസുകളൊന്നും ഇന്നുണ്ടാകില്ല. ഇന്ന് പ്രത്യേക സർവീസുകൾ മാത്രമായിരിക്കും ഇന്ന് നടത്തുക. ആ സർവീസുകൾ രാവിലെ ഏകദേശം 10 മണിയോടുകൂടി, അതായത് പുലർച്ചെ ഏകദേശം 3 മണിക്ക് ആരംഭിക്കുന്ന സർവീസുകൾ രാവിലെ 10 മണിയോടുകൂടി അവസാനിപ്പിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സർവീസുകൾ ആരംഭിക്കുന്നത്. നിവേദ്യത്തിന് ശേഷം ഇപ്പോൾ ഓരോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് തമ്പാനൂരിൽ നിന്നുള്ള കാഴ്ചയാണ്. തമ്പാനൂരിൽ നിന്ന് ഓരോ ബസ്സുകളും ആദ്യഘട്ടത്തിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം ആളുകളെ കയറ്റി ഇവിടെ നിന്ന് പോയിരുന്നു. അതിനുശേഷം ഇത് രണ്ടാം ഘട്ടമാണ്. ഈ ബസ്സുകളെല്ലാം നേരത്തെ തിരുവനന്തപുരത്ത് തന്നെ നഗരപ്രദേശങ്ങളിൽ പാളയം, സ്റ്റാച്യു, കൂടാതെ വഴുതക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം പൊങ്കാല അർപ്പിച്ച ഭക്തജനങ്ങൾ പൊങ്കാല നിവേദ്യത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബസ്സുകളിൽ കയറിയിരിക്കും. തുടർന്ന് ഇവ തമ്പാനൂർ എത്തിയ ശേഷം മാത്രമായിരിക്കും നേരത്തെ തന്നെ റൂട്ടുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്തായാലും വലിയ ഗതാഗത കുരുക്കുകൾ ഇതുവരെ ഒരു സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. വലിയ പോലീസ് സന്നാഹം ഗതാഗത ക്രമീകരണത്തിന് വേണ്ടി മാത്രം വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യത്തിന് ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ, അതായത് പൂർണ്ണതോതിൽ ആറ്റുകാൽ പൊങ്കാല 3 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൈപ്പാസ് പൂർണ്ണമായി തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈപ്പാസിലേക്ക്, അതായത് മറ്റ് ജില്ലകളിൽ നിന്ന്, കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നിന്ന് സ്വന്തം കാറുകളിൽ എത്തി ബൈപ്പാസിൽ പൊങ്കാലയിട്ട് ബൈപ്പാസ് വഴി തന്നെ തിരികെ സ്വന്തം ജില്ലകളിലേക്ക് പോകുന്നവർ നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശത്ത് വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും എല്ലാം പൊങ്കാല അർപ്പിച്ചവർ ആ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കയറുന്ന സമയത്തുണ്ടായിരുന്ന തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പൂർണ്ണമായി ഈ നഗര കേന്ദ്രീകരിച്ച്, അതായത് ബസ് സ്റ്റാൻഡിലെയും റെയിൽവേ സ്റ്റേഷനിലെയും തിരക്ക് ഒരു പരിധിവരെ ഒഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ഗതാഗത ക്രമീകരണം കൃത്യമായി ഏർപ്പെടുത്തിയിരുന്നു. നഗരത്തിലേക്ക് ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിലേക്ക് കയറാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരുണ്ടെങ്കിൽ എത്തിയ ശേഷം ഈ വാഹനങ്ങൾ നഗരത്തിന് ഔട്ടറിൽ, അതായത് നഗരത്തിന് പുറത്ത് പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ആ ക്രമീകരണം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ യാത്രാക്ലേശവും വലിയ രീതിയിൽ അനുഭവപ്പെടാതെ തന്നെ ക്രമീകരണങ്ങളെല്ലാം വിവരങ്ങൾ നൽകുമ്പോൾ തമ്പാനൂരിൽ നിന്ന് നന്ദകുമാർ നമുക്കും ചേർന്നു. അതാൻ ശുചീകരണ പ്രവൃത്തികളിലേക്ക് നഗരസഭ കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളെല്ലാം തന്നെ. അപ്പോൾ തമ്പാനൂരെ സംബന്ധിച്ചിടത്തോളം ഗതാഗതത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കുമെന്നുള്ള കാര്യമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് പറയുകയും ചെയ്തത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുകയാണോ? ആൾക്കാർ തിരിച്ചു പോകുന്നതിനിടയിലുള്ള ആ തിരക്ക് അത് ആകാതിരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളിലേക്കും കടന്നിട്ടുണ്ടോ അധികൃതർ?
തീർച്ചയായും എന്തായാലും പൊങ്കാല അർപ്പിച്ച് ആ ഒരു മനസാന്നിധ്യത്തോടെയും അതോടൊപ്പം തന്നെ ഒരു അർപ്പണ ബോധത്തോടെയും കൂടി എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നിന്ന് ഇപ്പോൾ തമ്പാനൂരിൽ നിന്നും ഒക്കെ ഇപ്പോൾ മടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെയൊക്കെ തന്നെ ആ ഒരു പ്രവർത്തനം. അവർ കൃത്യമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നഗരം 1 മണിക്കൂറിനകം തന്നെ ശുചീകരണം മൊത്തം പൂർത്തിയാക്കി ഇവിടുന്ന് എല്ലാ തരത്തിലുള്ള മറ്റ് വേസ്റ്റുകളും ഈ കല്ലുകളും അടക്കം ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ കോർപ്പറേഷനിലെ നിരവധി തൊഴിലാളികളൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു തിരക്കും ഈ ഒരു ചൂടും ഒക്കെ തന്നെ അതൊന്നും തന്നെ വകവയ്ക്കാതെ നഗരം എത്രയും പെട്ടെന്ന് അത് ഒരു തിരുവനന്തപുരം നഗരത്തെ ശുചീകരണത്തിലൂടെ മികച്ച രീതിയിലേക്ക് ആ ഒരു മാതൃക കാട്ടി തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ തൊഴിലാളികളൊക്കെ തന്നെ ഇത്തരത്തിൽ നഗരം ശുചീകരിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടുത്തെ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം എല്ലാ ഭക്തജനങ്ങളും ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. നിവേദ്യം അർപ്പിച്ച് ഭക്തർ മടങ്ങിയതോടെ നഗരം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ തന്നെയാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളൊക്കെ തന്നെ രംഗത്തുള്ളത്. എന്തായാലും അഭൂതപൂർവമായ ഒരു ജനത്തിരക്കാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഭക്തർക്ക് മനം നിറഞ്ഞ ഒരു പുണ്യ അനുഭവമായി അത് മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇക്കുറി ഇതര ജില്ലകളിൽ നിന്നും ഒക്കെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തത്. പൊങ്കാലയ്ക്കെത്തിയ ഭക്തരാൽ ക്ഷേത്ര പരിസരവും അതോടൊപ്പം തന്നെ നഗരവീഥികളും തലസ്ഥാനവും ഒക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞ ഒരു നിലയിലായിരുന്നു. ആ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടുന്ന് വളരെ പതിയെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇക്കുറി വിപുലമായ രീതിയിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുകയും ചെയ്യുന്നത്. ഇതര ദേശങ്ങളിൽ നിന്ന് പോലും പലയിടങ്ങളിലായി പൊങ്കാലയിട്ട് ക്ഷേത്ര പരിസരവും നഗരവീഥികളും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമൊക്കെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് പതിയെ മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളുമാണ് നഗരത്തുടനീളം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുമുള്ളത്. എന്തായാലും ഇന്ന് രാത്രി 8 മണിവരെ നഗര അതിർത്തിയിൽ വലിയ വാഹനങ്ങൾക്കോ ചരക്ക് വാഹനങ്ങൾക്കോ ഹെവി വാഹനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അതൊക്കെ തന്നെ നഗര അതിർത്തിയിൽ അത് നിർത്തിയിടുകയും മറ്റ് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഈ സ്വകാര്യ വാഹനങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ അനുമതി നൽകുന്നുണ്ട്. കാരണം ഈ പൊങ്കാലിട്ട് മടങ്ങുന്നവർക്കൊക്കെ തന്നെ തിരിച്ചു പോകാനും അവരെയൊക്കെ തിരിച്ചു വരാനും ഒക്കെയായി ആ ഒരു സ്വകാര്യ വാഹനങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ചില വിലക്കുകളൊക്കെ തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് ഗതാഗത ക്രമീകരണങ്ങളെല്ലാം സുസജ്ജമാക്കിയിരിക്കുന്നു. ആൾക്കാർ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ട് ഭക്തലക്ഷങ്ങൾ മടങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം പരിപൂർണ വിജയമായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾക്കും ഒപ്പം നഗരസഭയ്ക്കുമുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പൊങ്കാലയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്താറ്. പൊങ്കാലയ്ക്ക് മുൻപ് വന്ന് തൊഴുതു പോകുന്നത് ഇവിടെ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് യാത്രാ സൗകര്യം KSRTC ബസ് അടക്കം ട്രെയിൻ അടക്കമൊക്കെ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ, സ്പെഷ്യൽ ബസ് അങ്ങനെ സർവീസൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അടുപ്പ് വെട്ട് ചടങ്ങ്. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു. പൊങ്കാല ചടങ്ങുകൾക്ക് അതോടുകൂടി തുടക്കമാകുകയാണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്കുള്ള സമയമാണ് ഇനിയുള്ളത്. 2:30-ക്കാണ് നിവേദ്യം ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2:30യോടുകൂടി നിവേദ്യം ഉണ്ടാകും. രാത്രിയാണ് കുത്തിയോട്ട വ്രതക്കാർക്കുള്ള ചൂരൽ കുത്തു നടക്കുക. ഏതായാലും പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി ഇനി വ്രതനിഷ്ഠയുടെ സാഫല്യത്തിലേക്കുള്ള സമയമായി മാറിയിരിക്കുന്നു. നിലിന, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു മിനിറ്റിനുള്ളിൽ ഇനി എല്ലാ അടുപ്പുകളിലും ഒരുമിച്ച് തീ പുകയുന്ന അങ്ങനെ ഒരു സ്ഥിതിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയമാണ്, ഇത്രയും അടുപ്പുകളിൽ തീ പുകയുണ്ടാവുക അങ്ങനെ. പക്ഷേ അതെല്ലാം ഒരു അത്ഭുതം പോലെ, അല്ലെങ്കിൽ അതൊരു ദേവിയുടെ അനുഗ്രഹം പോലെയൊക്കെ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസം. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലെല്ലാം നടക്കുന്നു. എങ്കിലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഇനി ഈ ചടങ്ങുകളുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്താണെന്ന് കൂടി നിന്നെ ചോദിച്ചോളൂ അശ്വതിയോട്.
അതെ, ഭക്തസാന്ദ്രമായിട്ടിരിക്കുവാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിലേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഇനിയുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇനി? സജ്ജീകരണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്, എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്, 4000 പോലീസ് സന്നാഹങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അവിടുത്തെ ചടങ്ങുകൾ? നമ്മൾ കാണുന്ന ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അടുപ്പ് വെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രദേശത്തുള്ള ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് തീ പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഈ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നത്. ഇവിടെ നിന്നും ഒരു അറിയിപ്പുണ്ടായിരുന്നു, എല്ലാവർക്കും അവരവരുടെ അടുപ്പുകളിലേക്ക് തീ പകരാമെന്ന അറിയിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഇവിടെ ഉള്ള പരിസര പ്രദേശത്തുള്ള അടുപ്പുകളിലേക്ക് തീ പകരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരവർ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് എന്താഗ്രഹമാണ് തങ്ങൾക്കുള്ളത് അത് പറഞ്ഞുകൊണ്ട് അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 വർഷമായി കാത്തിരുന്ന ആ കാഴ്ച ഇപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നായി നേരത്തെ തന്നെ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് അടുപ്പ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ അവരുടെ പൊങ്കാല കലങ്ങളിലേക്ക് പകർന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇനി ഒരു വലിയ കാത്തിരിപ്പ്. ഇനി പൊങ്കാല തിളയ്ക്കുന്നത് അത് ഏത് വശത്തേക്കാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിന് കഥകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഐതിഹ്യങ്ങളുണ്ട്. ഏത് വശത്തേക്ക് പൊങ്കാല തിളച്ചു തൂകുന്നു, ആദ്യം ആരുടെ പൊങ്കാല തിളയ്ക്കുന്നു, അതിലെ പ്രാർത്ഥനകൾ, അങ്ങനെ നമ്മൾ ഒരുപാട് പ്രായമായ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അതിന്റെ ഒരു ഐതിഹ്യമൊക്കെ. അത് നമ്മുടെ ഇപ്പോൾ ഞാനും ഐശ്വര്യയും ഇവിടെ ക്ഷേത്രത്തിനുള്ളിലാണുള്ളത്, ഈ ചടങ്ങുകൾക്കടുത്താണുള്ളത്. നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പലയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പൊങ്കാല തിളച്ചു തൂകുന്നത് എങ്ങോട്ട് എന്നതനുസരിച്ച് പോലും നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന്റെ വേഗത അങ്ങനെയൊക്കെയുണ്ട് കുറെ കാര്യങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തീ പകർന്നിരിക്കുന്നു. ഇനി എല്ലാവരും അവരവരുടെ പൊങ്കാലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് പായസം തയ്യാറാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ആര്യയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ശർക്കരയൊക്കെ തയ്യാറാക്കി എല്ലാം കൃത്യമായ അളവിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇടേണ്ട താമസമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വിഭവങ്ങൾ പലതുണ്ട്. പായസം മാത്രമല്ല ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് ഇഷ്ടനിവേദ്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പായസത്തിനൊപ്പം തെരളിയിലയിൽ ഉണ്ടാക്കുന്ന അപ്പമുണ്ട്, ഒപ്പം മണ്ടപ്പുറ്റുണ്ട്, അങ്ങനെ പല വിഭവങ്ങളുണ്ട് ദേവിക്ക് ഇഷ്ടമുള്ള. വെള്ളച്ചോറുണ്ടാകും. क्या पूछने वाले पूछे तो बता तेरी पहचान क्या है? तेरा नाम गूंजेगा तो उठेगा एक तूफान, हिलेगी जमीन मचेगा घमासान. तेरा नाम गूंजेगा जब हर गली हर मकान में फैलेंगी तेरी बातें हर नुक्कड़ हर दुकान में. पीठ पे सजाए घूमेंगे तेरा नाम, देखेंगे फिर गेम तेरी छोड़ छाड़ के काम. सब पीठ पे सजाए घूमेंगे तेरा नाम, देखेंगे फिर गेम तेरी. ये है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी. देखिए पहला टाटा वुमेन्स प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും താരനിര ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. ക്ഷേത്ര പരിസരത്തും വീട്ടുമുറ്റത്തുമൊക്കെയാണ് താരങ്ങൾ പൊങ്കാല അർപ്പിച്ചത്. ഇതൊരു വലിയ ആധ്യാത്മികമായ അവകാശമാണ് സ്ത്രീകളുടെ. കണ്ണകി എന്ന് പറയുന്ന ഒരു വലിയ സ്ത്രീ ശക്തിയുടെ അതാണ് ഇതിൻ്റെ സങ്കല്പം. കണ്ണകി ആണ്. എല്ലാവർക്കും നല്ലത് വരാനും കുടുംബത്തിന് മനസ്സമാധാനം ഉണ്ടാകാനും എല്ലാവർക്കും വേണ്ടി തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും അത്രേ ഉള്ളൂ. പ്രത്യേക ആഗ്രഹങ്ങളില്ല. എല്ലാ വർഷത്തെയും പോലെ ലോകസമാധാനം, മനുഷ്യർ കുറച്ചും കൂടെ നന്നായി ജീവിക്കട്ടെ എന്നൊരു ആഗ്രഹം. ദേവീപ്രിയയാണ് ഞാൻ. എല്ലാ കൊല്ലവും ഇപ്പം ഞാൻ തന്നെ എന്താ പറയുക ആഗ്രഹിക്കുന്ന പോലെ ഇന്നിടുന്ന വ്യക്തികൾ ഇനി എത്ര ചൂടായിക്കോട്ടെ, വെയിലിൻ്റെ ആയാലും തീയുടെ ആയാലും ദാഹമായാലും എന്തായാലും നമ്മൾ ആ സമയത്ത് പ്രയാസപ്പെട്ടാലും ശരി, കലമെടുത്ത് തിരിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ
അടുത്ത കൊല്ലവും ഞാൻ വരും എന്ന് പറഞ്ഞ നിശ്ചയത്തിൽ തന്നെ പോകുള്ളൂ. ആരും ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ജനങ്ങളുണ്ടാവില്ല, ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല. ഇവിടെ കൂടെ വന്ന് സഹായിക്കുക, തേങ്ങ തിരികെ കൊടുക്കുക, കൊതുമ്പെടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്ത്രീ ശക്തിയുടെ കൂടെ ഒരു ഓരം ചേർന്ന് സഞ്ചരിക്കുക, അതാണ്. അല്ലിപ്പോൾ ജനങ്ങളുടെ മുഖത്തൊരു സന്തോഷം, അതാണ് നമുക്കൊരു എവിടെ ചെന്നാലും ഒരു ചിരിക്കുന്ന മുഖമുണ്ട്. ആ 2 വർഷം നമുക്ക് കാണാൻ കഴിയാത്ത മുഖങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തുടരണേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉള്ളപ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പോയി പൊങ്കാല ഇടാറുണ്ട്. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇന്ന് വളരെ സന്തോഷവും സമാധാനപൂർവ്വമായിട്ട് പൊങ്കാല ഇടാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഷൂട്ടും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നോയമ്പൊക്കെ നോറ്റ് കറക്റ്റായിട്ട് വന്ന് ഞാനും അമ്മ, ചിറ്റ, അമ്മായിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നു. എല്ലാ വർഷവും നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. കാരണം 2 വർഷമാണ് ആകെ മാറി വീട്ടിലിട്ട, കഴിഞ്ഞ 2 വർഷമായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കുറച്ചുകൂടെ സന്തോഷമാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുമ്പോൾ. ദേവി അനുഗ്രഹിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഇപ്രാവശ്യം. ശരിക്കും പറഞ്ഞാൽ ഈ 2 വർഷത്തെ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ആൾക്കാരുടെ ഭയങ്കരമായിട്ടുള്ള ജനത്തിരക്കുണ്ട്. ഒരു 50 ലക്ഷത്തോളം പേര് കാണും എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പം അത് തന്നെ ഒരു ദേവിയുടെ ഒരു എന്താണ് ശക്തി, അല്ലെങ്കിൽ ദേവിയുടെ ഒരു അനുഗ്രഹം കാരണം തന്നെയാണ്. ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മയുടെ നടയിൽ എനിക്ക് നൃത്തമാടാനായി എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ധാരാളം കാര്യങ്ങൾ മനസ്സിലുണ്ട്, അമ്മയോട് സമർപ്പിക്കാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് പൊങ്കാല. അല്ല, പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പം ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്രയും നേരം ഫുഡൊക്കെ കഴിക്കാതെ നിന്നിട്ട് പോലും നമുക്കൊരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒന്നുമില്ല. സന്തോഷം, എല്ലാം ഭംഗിയായിട്ട് നടന്നു. സംതൃപ്തിയുണ്ട്, എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ട് അമ്മയുടെ. ഇന്നു മുതൽ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അമ്മയുടെ പ്രസാദം അമ്മ പ്രസാദിക്കും എന്നുള്ള വിശ്വാസവും ഇന്നത്തെ ചൂടും ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ചൂടുള്ളതായിട്ട് തോന്നിയില്ല. വളരെ സന്തോഷമാണ്. സന്തോഷം, കാരണം ആ ഒരു വ്രതമെടുത്ത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഒരു സമർപ്പണം വളരെ ഭംഗിയായി തന്നെ തിളച്ച് തൂവി, അതും കിഴക്ക് വശത്തോട്ട്, അതൊക്കെയാണ് നിമിത്തങ്ങൾ നമ്മൾ നോക്കുക. നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം പോലെ അതെല്ലാം നടന്നിട്ടുണ്ട്. ഭഗവതി അത് സ്വീകരിക്കും. അമ്മയിൽ വിശ്വാസം അർപ്പിക്കുന്ന എല്ലാ ഭക്തർക്കും അമ്മ വരദായിനിയാണ്, ഉറപ്പായിട്ടും. എനിക്ക് ഒരു അനുഭവം ജീവിതത്തിൽ എൻ്റെ ബാല്യം മുതൽക്ക് ഈ നിമിഷം വരെയും എൻ്റെ ആറ്റുകാലമ്മ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് കൂടെ ഉണ്ട്, കണ്ടില്ലെങ്കിലും കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലാണ്. ദൈവീയ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് പൊങ്കാല ഇടാതെ നമുക്ക് പറ്റില്ല. സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാർ വലിയ സങ്കടമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പൊങ്കാല അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അടുത്ത വർഷവും ഇതുപോലെ പൊങ്കാലയിടാൻ അവസരമുണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആറ്റുകാൽ അമ്മയോട് ഒരു തവണ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടുന്ന് മടങ്ങുന്നത്. വീണ്ടും ഇടവേള. तेरा नाम क्या है, पूछे वाले पूछे तो तेरी पहचान क्या है. तेरा नाम गूंजेगा तो उठेगा एक तूफान, हिलेगी जमीन, मचेगा घमासान. तेरा नाम गूंजेगा जब हर गली हर मकान, देखेंगे फिर गेम तेरी से. ये है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी. देखिए पहला टाटा विमेंस प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഗ്രഹോണ ഗ്രൂപ്പാണ്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാകും. എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പൊങ്കാല മണ്ടപ്പുറ്റാണ് പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രോഗങ്ങളെ മാറ്റാൻ ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള വിഭവങ്ങളാണ് ഓരോരുത്തരും തയ്യാറാക്കുന്നത്. ഒപ്പം നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിനപ്പുറം ഒരു വലിയ കൂട്ടായ്മ, അതാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ അസൗകര്യങ്ങൾക്കുമിടയിൽ അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് പല ഭാഗത്തു നിന്നും വന്നവർ, പല സ്ലാങ്ങിൽ സംസാരിക്കുന്നവർ,
പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വേഷം ധരിക്കുന്നവരെല്ലാം ഇവിടെ വരുമ്പോൾ ഒരൊറ്റ കാര്യം, ആറ്റുകാൽ പൊങ്കാല ഇട്ട് മടങ്ങുക. അത് അമ്പലത്തിന് ഏറ്റവും അടുത്താണെങ്കിൽ അത്രയും നല്ലത്. അതിന് നേരത്തെ വരേണ്ടതുണ്ട്, സ്ഥലം പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ പൊങ്കാല ഇട്ടു, ഒരു തവണ പൊങ്കാല ഇട്ടാൽ അടുത്ത പൊങ്കാലയ്ക്കും വരണം എന്ന് തീരുമാനിച്ചു മടങ്ങുന്നവരാണ് അധികം ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഉള്ള ആളുകളുടെ എണ്ണത്തിലുള്ള വർധനമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പുതുതായി വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. കാരണം കഴിഞ്ഞ 2 വർഷമായി വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത്തവണ പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായും പുതുതായി വരുന്ന ആളുകളുടെ എണ്ണം ഇത്തവണ കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര ദർശനം ഉറപ്പായും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഇവിടെ പൊങ്കാലയിടാൻ വരുന്നവരെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തിയാണ് സാധാരണ മടങ്ങാറ്. ഈ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട ശേഷം മടങ്ങി പൊങ്കാല ഇടുന്നവരുണ്ട്. അതേസമയം പൊങ്കാല ഇട്ട ശേഷം നിവേദ്യത്തിന് ശേഷം ഇവിടെ എത്തി ദേവിയെ കണ്ടു മടങ്ങുന്നവരുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തുള്ളവർ ഈ പൊങ്കാലയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്താറ്. പൊങ്കാലയ്ക്ക് മുൻപ് വന്ന് തൊഴുതു പോകുന്നത് ഇവിടെ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് യാത്രാ സൗകര്യം, KSRTC ബസ് അടക്കം, ട്രെയിൻ അടക്കമൊക്കെ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ, സ്പെഷ്യൽ ബസ് അങ്ങനെ സർവീസൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അടുപ്പ് വെട്ട് ചടങ്ങ്. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു. പൊങ്കാല ചടങ്ങുകൾക്ക് അതോടുകൂടി തുടക്കമാകുകയാണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്കുള്ള സമയമാണ് ഇനിയുള്ളത്. 2:30-ക്കാണ് നിവേദ്യം ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2:30യോടുകൂടി നിവേദ്യം ഉണ്ടാകും. രാത്രിയാണ് കുത്തിയോട്ട വ്രതക്കാർക്കുള്ള ചൂരൽ കുത്ത് നടക്കുക. ഏതായാലും ഭണ്ഡാരടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി ഇനി വ്രതനിഷ്ഠയുടെ സാഫല്യത്തിലേക്കുള്ള സമയമായി മാറിയിരിക്കുന്നു. നിലിന, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു മിനിറ്റിനുള്ളിൽ ഇനി എല്ലാ അടുപ്പുകളിലും ഒരുമിച്ച് തീ പുകയുന്ന അങ്ങനെ ഒരു സ്ഥിതിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയമാണ്, ഇത്രയും അടുപ്പുകളിൽ തീ പുകയുണ്ടാവുക അങ്ങനെ. പക്ഷേ അതെല്ലാം ഒരു അത്ഭുതം പോലെ, അല്ലെങ്കിൽ അതൊരു ദേവിയുടെ അനുഗ്രഹം പോലെയൊക്കെ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസം. അതൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു രുചിയുണ്ട്. അത് പൊങ്കാല പായസത്തിൻ്റേത് മാത്രമല്ല, തെരളിയുടെയും മണ്ടപ്പുറ്റിൻ്റെയും കൂടിയാണ്. പൊങ്കാല കഴിഞ്ഞ് മടങ്ങി വരുന്നവർ ഈ പലഹാരങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ കാത്തിരിക്കുന്നത്. കേരളത്തിലെല്ലായിടത്തും അത്ര പരിചിതമല്ലാത്ത മണ്ടപ്പുറ്റും തെരളിയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാമേ. ആറ്റുകാൽ ഉത്സവത്തിന് ദേവിക്ക് പ്രധാന നിവേദ്യമായി സമർപ്പിക്കുന്നത് പൊങ്കാലയാണെങ്കിലും മറ്റ് 2 പ്രധാന വിഭവങ്ങൾ കൂടി നിവേദ്യമായി അർപ്പിക്കാറുണ്ട്. അതിലൊന്നാണ്, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം, മണ്ടപ്പുറ്റ്, മറ്റൊന്ന് തെരളിയപ്പം. ഇത് രണ്ടും തയ്യാറാക്കിയ അമ്മ നമുക്കൊപ്പം ചേരുന്നു. പേരെന്താണ്? ശോഭന. എവിടെയാണ് വീട്? മലയങ്കീടിനടുത്ത്. ഇത് ആദ്യം നമുക്ക് ഈ മണ്ടപ്പുറ്റ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? മണ്ടപ്പുറ്റ് അരി വറുത്ത് പൊടിച്ച മാവില് ശർക്കര, തേങ്ങ, പയറ് വറുത്ത് പൊടിച്ചത്, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു പഴവും കൂടെ ഇട്ട് ഞവടി, നല്ല പാകത്തിന് വെള്ളം ഒഴിച്ച് ഞവടി ഉരുട്ടി ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ മണ്ടപ്പുറ്റ്. നമ്മൾ സാധാരണ വീട്ടിലിങ്ങനെ മണ്ടപ്പുറ്റ് ഉത്സവ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അല്ലേ? ഉത്സവ സമയത്ത് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനാണ്. അതിനുള്ള നേർച്ചയാണ്. ഇത് എങ്ങനെയാ, ഈ ഒരുപാട് നാളായിട്ട് എല്ലാ പൊങ്കാലയ്ക്കും ഇത് അർപ്പിക്കാറുണ്ടോ? അർപ്പിക്കാറുണ്ട്. ഇതിന് ഒരു പ്രശ്നം, നമ്മളിങ്ങനെ ഉത്സവത്തിന് മാത്രം ഉണ്ടാക്കുന്നതായതുകൊണ്ട് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് അറിയാം ഇതുണ്ടാക്കി? അത് അറിഞ്ഞൂടാ, എല്ലാവർക്കും അത് അറിഞ്ഞൂടാ. അങ്ങനെയെന്ന് നമ്മൾ കുറെ കാലം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അടുത്ത മറ്റൊരു വിഭവമാണ് തെരളി അല്ലേ? അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പിന്നെ വറുത്ത് പൊടിച്ച മാവിൽ ശർക്കര, ഏലക്കപ്പൊടി, പഴം, പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് വരവി, നല്ല പാകത്തിന് വരവി, വെള്ളം തളിച്ച് ഉരുട്ടി വയനയിലയിൽ വെച്ച് ഈർക്കലി കൊരുത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, വേവിച്ചെടുക്കും. ഇതും ഒരു പ്രസാദമാണ്. പ്രസാദമാണ് തെരളി. തെരളി ചില ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ
ഇലയപ്പം പോലെ, അത് ഇലയപ്പമാണ്. തിരളിയപ്പം ചില കടകളിൽ കിട്ടുന്നുണ്ട്, അതിങ്ങനെ ചില ഹോട്ടലുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് രണ്ടും ഉത്സവത്തിന് ഉള്ളതാണ്. എത്ര കാലം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്? എൻ്റെ ചെറുതിലെ തൊട്ടുണ്ട് ഇടുന്നുണ്ട്. നിവേദിക്കാനുള്ള സമയമായി വരുന്നേ ഉള്ളൂ. അല്ലേ? എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കുമായിരുന്നു. അത് തന്നെ അവനെ നിവേദിച്ച് കഴിയട്ടെ, അപ്പോൾ എടുക്കാം. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും ഇടവേള. ഹലോ ചേച്ചി. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലെല്ലാം നടക്കുന്നു. എങ്കിലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഏതെല്ലാം ഇനി 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 ഈ ചടങ്ങുകളുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്താണെന്ന് കൂടി മിലിനെ ചോദിച്ചോളൂ അശ്വതിയോട്. അതെ, ഭക്തിസാന്ദ്രമായിട്ടിരിക്കുവാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിലേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഇനിയുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇനി? സജ്ജീകരണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്, എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്, 4000 പോലീസ് സന്നാഹങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അവിടുത്തെ ചടങ്ങുകൾ? നമ്മൾ കാണുന്ന ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അടുപ്പ് വെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രദേശത്തുള്ള ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് തീ പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഈ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നത്. ഇവിടെ നിന്നും ഒരു അറിയിപ്പുണ്ടായിരുന്നു, എല്ലാവർക്കും അവരവരുടെ അടുപ്പുകളിലേക്ക് തീ പകരാമെന്ന അറിയിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഇവിടെ ഉള്ള പരിസര പ്രദേശത്തുള്ള അടുപ്പുകളിലേക്ക് തീ പകരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരവർ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് എന്താഗ്രഹമാണ് തങ്ങൾക്കുള്ളത് അത് പറഞ്ഞുകൊണ്ട് അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 വർഷമായി കാത്തിരുന്ന ആ കാഴ്ച ഇപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നായി നേരത്തെ തന്നെ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് അടുപ്പ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ അവരുടെ പൊങ്കാല കലങ്ങളിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇനി ഒരു വലിയ കാത്തിരിപ്പ്. ഇനി പൊങ്കാല തിളയ്ക്കുന്നത് അത് ഏത് വശത്തേക്കാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിന് കഥകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഐതിഹ്യങ്ങളുണ്ട്. ഏത് വശത്തേക്ക് പൊങ്കാല തിളച്ചു തൂകുന്നു, ആദ്യം ആരുടെ പൊങ്കാല തിളയ്ക്കുന്നു, അതിലെ പ്രാർത്ഥനകൾ, അങ്ങനെ നമ്മൾ ഒരുപാട് പ്രായമായ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അതിന്റെ ഒരു ഐതിഹ്യമൊക്കെ. അത് നമ്മുടെ ഇപ്പോൾ ഞാനും ഐശ്വര്യയും ഇവിടെ ക്ഷേത്രത്തിനുള്ളിലാണുള്ളത്, ഈ ചടങ്ങുകൾക്കടുത്താണുള്ളത്. നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പലയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പൊങ്കാല തിളച്ചു തൂകുന്നത് എങ്ങോട്ട് എന്നതനുസരിച്ച് പോലും നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന്റെ വേഗത അങ്ങനെയൊക്കെയുണ്ട് കുറെ കാര്യങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തീ പകർന്നിരിക്കുന്നു. ഇനി എല്ലാവരും അവരവരുടെ പൊങ്കാലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് പായസം തയ്യാറാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ആര്യയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ശർക്കരയൊക്കെ തയ്യാറാക്കി എല്ലാം കൃത്യമായ അളവിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇടേണ്ട താമസമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വിഭവങ്ങൾ പലതുണ്ട്. പായസം മാത്രമല്ല ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് ഇഷ്ടനിവേദ്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പായസത്തിനൊപ്പം തെരളിയിലയിൽ ഉണ്ടാക്കുന്ന അപ്പമുണ്ട്, ഒപ്പം മണ്ടപ്പുറ്റുണ്ട്, അങ്ങനെ പല വിഭവങ്ങളുണ്ട്. ദേവിക്ക് ഇഷ്ടമുള്ള വെള്ളച്ചോറുണ്ടാക്കുന്നവരുണ്ട്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാകും, എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പൊങ്കാല മണ്ടപ്പുറ്റാണ് പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രോഗങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊങ്കാലയ്ക്കിടെ ഗുണ്ടാ ആക്രമണം. ശ്രീകണ്ഠേശ്വരത്തുണ്ടായ ആക്രമണത്തിൽ ലുട്ടാപ്പി സതീഷ് എന്നയാൾക്കാണ് വെട്ടേറ്റത്. VV അരുൺ ചേരുന്നു. അരുൺ, വീണ്ടും ഗുണ്ടാ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ നഗരത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിവരങ്ങൾ എന്താണ്? VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്? വിവരം എന്താണ്? പൊങ്കാലയ്ക്കിടെ ഗുണ്ടാ ആക്രമണം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ശ്രീകണ്ഠേശ്വരത്തിന്റെ അടുത്താണ് ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീകണ്ഠേശ്വരത്തുണ്ടായ ആക്രമണത്തിൽ ലുട്ടാപ്പി സതീഷ് എന്ന ആൾക്കാണ് വെട്ടേൽക്കുകയും ചെയ്തിരിക്കുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വീണ്ടും ഗുണ്ടാ പകയും ആക്രമണങ്ങളും നഗരത്തിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ, വിവരങ്ങൾ എന്താണ്? പൊങ്കലിക്കിടെയാണ് ഗുണ്ടാക്രമണം ഉണ്ടായത്. പ്രസ്ഥാനത്തെ പ്രമുഖ ഗുണ്ടാ ഗ്യാങ്ങുകളുമായി ബന്ധമുള്ള ആൾക്കാണ് വെട്ടേറ്റത്. രുട്ടാപ്പി സതീഷ് എന്ന സതീഷിനാണ് വെട്ടേറ്റത്. ശ്രീകണ്ഠേശ്വരം NSS കരയോഗ ഹാളിൽ പൊങ്കാലയുടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾക്കെതിരെയാണ് ഇടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം, ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെയാണ് അക്രമത്തിൽ പിന്നിലെന്നും പറയുന്നു. ഈ സംഘമാണ് ഇയാളെ വെട്ടിയത്. ഗുരുതരമായ പരിക്കേറ്റു. ഈ അക്രമികളിൽ ഒരാൾ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വഞ്ചൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ഏത് രീതിയിൽ എടുത്തിരിക്കുന്നു അരുൺ? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശമോ മറ്റോ ഉണ്ടോ സംഭവത്തിൽ? അത്തരം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പോലീസ് ഏതൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക തന്നെയാണ് ഈ അക്രമത്തിൽ പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടുത്തെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ വെട്ടേറ്റ സതീഷ്. പക്ഷെ അയാൾക്ക് ഗുണ്ടകളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്. പല പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാന ഗുണ്ട സംഘങ്ങളുമായി ബന്ധമുള്ള ആളാണ്. അത് അയാൾക്ക് ഒരുപാട് കേസുകളൊന്നും നിലവില്ലെങ്കിൽ പോലും ഈ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പിന്നീട് തെറ്റിപ്പിരിഞ്ഞ ആളുകൾ തന്നെയാണ് അക്രമത്തിന് പിന്നിലെന്ന അതിനൊക്കെ വിവരം. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് അറിയിക്കുന്നത്. റൈറ്റ്, വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.